രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ശ്രീരാമചന്ദ്ര മഹാപ്രഭു ധർമ്മസംരക്ഷണത്തിന് വേണ്ടിയിട്ട് ലങ്കാപുരിയിൽ രാവണനോട് ഘോരഘോരമായിട്ട് യുദ്ധം ചെയ്യുന്ന രംഗമായിരുന്നു നാം നേരത്തെ കണ്ടത്. അങ്ങനെയുള്ള ആ യുദ്ധം നടക്കുന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്രന് രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതായ കരുത്ത് പകരുന്നതിനു വേണ്ടി അഗസ്ത്യ മഹർഷി അങ്ങ് പരമാത്മ മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞില്ല അഗസ്ത്യൻ തഥാ രാഘവൻ തേരിൽ ഇറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ. അങ്ങനെ സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന അഗസ്ത്യ മഹർഷി രാമൻ്റെ തേരിൽ വന്നു. രാമൻ അദ്ദേഹത്തെ വന്ദിച്ചു, പൂജിച്ചു. അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് അനേകം മഹത്വങ്ങളോടുകൂടിയ ദിവ്യമായിരിക്കുന്ന ആദിത്യ ഹൃദയ മന്ത്രം നൽകുകയും ചെയ്തു. ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നു തന്നെയാണ് എന്ന പ്രത്യക്ഷ അനുഭവമാണ് ആദിത്യ ഹൃദയ മന്ത്രം നമുക്ക് പകരുന്നത്. ഈശാവാസ്യം ഇദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന ഉപനിഷത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് എന്തെന്തൊക്കെ പദാർത്ഥങ്ങളാണോ നാം കാണുന്നത്, അറിയുന്നത്, അതെല്ലാം ഈശനാൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. ഉള്ളത് ഈശൻ മാത്രം. ആ ഈശനെ നാം ഈ ലോകത്തിലുള്ളതായ വിവിധ പദാർത്ഥങ്ങളായി കാണുന്നു. ഈശനിൽ നാം പദാർത്ഥങ്ങളെ കാണുമ്പോഴേക്കും ഈശൻ അതിൽ മറഞ്ഞു പോയിരിക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിലും പിന്നിലും വശങ്ങളിലും മുകളിലും താഴെയും ഒക്കെ ഉള്ളത് ഈശൻ മാത്രമാണ്. പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും വിവിധങ്ങളായ പദങ്ങൾ കൊണ്ട് ആ ഒരേ ഒരു പരമതത്വത്തെ ഋഷിമാർ നിർദ്ദേശിക്കും. പക്ഷേ അജ്ഞാനം മൂലം നാം ആ ഈശനിൽ ലോകത്തെ ആരോപിച്ച് കാണുന്നു. അങ്ങനെ നാം ലോകത്തെ കാണുമ്പോൾ സർവത്ര നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് നമ്മുടെ കണ്ണുകൾക്ക് അപ്രത്യക്ഷമായി. പക്ഷേ പരമാത്മാവിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അതേ പ്രകാരത്തിൽ കുടികൊള്ളുന്നു. നാം സിനിമ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിലെ സ്ക്രീൻ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും, വെളുത്ത സ്ക്രീൻ. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ടി വിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പ്രോഗ്രാം കാണാൻ തുടങ്ങുമ്പോൾ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് ആ സ്ക്രീൻ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് പ്രോഗ്രാം ആരംഭിക്കുമ്പോഴോ ആ സ്ക്രീനിലാണ് കാണപ്പെടുന്നത്. സിനിമാശാലയിലായാലും
വീട്ടിലെ ടി വി സെറ്റിലായാലും മൊബൈലിലെ സ്ക്രീനിലായാലും നാം സിനിമ കാണുന്നു. പിന്നെ സിനിമയുടെ ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നടീനടന്മാരുടെ അഭിനയം, അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പശ്ചാത്തലം, അത് മാത്രമേ ഉള്ളൂ. ആ കഥയും ആ കഥാസന്ദർഭങ്ങളും അതിലെ ഭാവങ്ങളും വികാരങ്ങളും മാത്രമേ ഉള്ളൂ. ബാക്കി സ്ക്രീൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ നമ്മൾ എപ്പോഴോ മറന്നു കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ അപ്പോഴും അവിടെ നമ്മുടെ കൺമുന്നിലുള്ളത് സ്ക്രീനാണ്. ആ വെള്ളിത്തിര അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമ കാണാനാവില്ല. അതേപോലെ തന്നെ ടി വിയിലെ വാർത്തകൾ കേൾക്കാനും ആവില്ല. അത് മുഴുവൻ നമുക്ക് ലഭ്യമാക്കി തീർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ആ വെള്ളിത്തിരയാണ്. പക്ഷേ നമ്മൾ അതിലെ ആ വിവിധങ്ങളായ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും സ്ക്രീൻ നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞുപോയി. ആ പരിപാടികൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. യഥാർത്ഥത്തിൽ കണ്ണിന് മുന്നിലുള്ളത് ആ സ്ക്രീനാണ്, വെള്ളിത്തിരയാണ്. എങ്കിലും അത് മറഞ്ഞു പോയിരിക്കുന്നു. അതിന് നാം മറന്നും പോയിരിക്കുന്നു. രണ്ടും സംഭവിച്ചു. അത് മറഞ്ഞുപോയി, നാം അതിനെ മറന്നും പോയി. ഇതേ പ്രകാരത്തിലാണ് നാം ലോകത്തെ കാണുന്നത്. സർവത്ര നിറഞ്ഞു നിൽക്കുന്നത് പരമാത്മാവാണ്. ആ പരമാത്മാവാകുന്ന സർവത്ര നിറഞ്ഞ ആ വെള്ളിത്തിരയിൽ നാം ലോകത്തെ കാണുന്നു. ആ ലോക പദാർത്ഥങ്ങളെ കാണുന്നു. ചിലതിനെ ഇഷ്ടപ്പെടുന്നു, ചിലതിനെ വെറുക്കുന്നു, ചിലതിനെ ഇത് രണ്ടുമല്ലാതെ കേവലം തടസ്ഥനായിട്ട് കാണുന്നു. ഉദാസീന മനോഭാവത്തോടുകൂടി അതിനെ സമീപിക്കുന്നു. ഇങ്ങനെ നമ്മുടെ മനസ്സിലെ വിവിധങ്ങളായിട്ടുള്ള വികാരങ്ങളെയും വിചാരങ്ങളെയും ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, ദൃശ്യങ്ങൾ നാം കണ്ടും അനുഭവിച്ചുമിരിക്കുന്നു. ഇത് മുഴുവൻ നടക്കുന്നത് ആ ഒരൊറ്റ സ്ക്രീനിലാണ്, പരമാത്മാവ് എന്നുള്ള സ്ക്രീനിലാണ്. പക്ഷേ അത് മറഞ്ഞുപോയിരിക്കുന്നു. എന്തേ കാരണം? നാം ഈ പരമാത്മാവിനെ മറക്കാൻ കാരണം അജ്ഞാനമാണ്. എന്താ വേണ്ടത്? ആ അജ്ഞാനത്തെ ദൂരീകരിക്കണം. ഈ ലോകമാണ് സത്യം എന്ന് ഭ്രമിച്ചിട്ട് പരിപൂർണമായിട്ടും അതിൽ നാം ലയിച്ച് അതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന ഈ സന്ദർഭത്തിൽ സുഖദുഃഖങ്ങൾ വന്ന് നമ്മെ പിടികൂടുമ്പോൾ അതിൽ നിന്ന് മോചിക്കണം എന്നുണ്ടെങ്കിൽ പരമസത്യം തിരിച്ചറിയണം. അതാണ് ആദിത്യ ഹൃദയം നമുക്ക് പകരുന്നത്. സമസ്ത ജീവരാശിയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ഈ ആദിത്യനാണ്. ആ ആദിത്യൻ പരമാത്മാവാണ് എന്നും നമുക്ക് വ്യക്തമാക്കി തരുന്നു. 7 ഉപരിലോകങ്ങളും, ഭൂമി മുതൽ അങ്ങോട്ട് 7 ഉപരിലോകങ്ങളും, ഭൂമിക്ക് താഴെ 7 തലങ്ങളുമുണ്ട്. നമുക്കറിയാം അങ്ങനെ 14 ലോകങ്ങൾ. ഈ 14 ലോകങ്ങൾ, ഏറ്റവും മുകളിൽ സത്യലോകം, ബ്രഹ്മാവിൻ്റെ ലോകം, അതിനും അപ്പുറത്ത് മഹാമായയുടെ മണ്ഡലം, അതിനും അപ്പുറത്ത് പരമാത്മാവ്. യഥാർത്ഥത്തിൽ ഉള്ളത് പരമാത്മാവ് മാത്രം. ആ പരമാത്മാവ് ഈ ജഗത്തിന് മുഴുവൻ ഇങ്ങനെ തൻ്റെ വിവർത്തമായിട്ട് സൃഷ്ടിച്ച് കാണിക്കുന്നു. ഈ ജഗത്തിൻ്റെ സൃഷ്ടി മുഴുവൻ വിവർത്തമായിട്ടാണ്. എന്താ വിവർത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാത്മാവിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. യാതൊരു മാറ്റവും വരാതെ, ഒന്നും ചെയ്യാതെ, എല്ലാം കാണുന്നവൻ മാത്രമായി, സാക്ഷി മാത്രമായിട്ട് പരമാത്മാവ് സർവത്ര നിറഞ്ഞ് വിളങ്ങുന്നു. അതേ അവസരത്തിൽ ആ പരമാത്മാവിൻ്റെ മായ പ്രവർത്തിച്ചിട്ട് ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നു. ഈ ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു, പരമാത്മാവിനെ കാണുന്നുമില്ല. അതുകൊണ്ട് പരമാത്മാവിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ? ഇല്ല. പരമാത്മാവ് ഇല്ലാതായോ? ഇല്ല. പരമാത്മാവിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇല്ല. പാല് തൈരാകുന്നത് നമുക്കറിയാം. അവിടെ പാലിന് മാറ്റം സംഭവിച്ചു. തൈര് തിരിച്ച് പാലാവില്ല. തൈരിനെ മുഴുവൻ അപഗ്രഥിച്ചു നോക്കിയാലും പാലിൽ നിന്ന് തൈരായി തീർന്ന പദാർത്ഥങ്ങളെ കാണാമെന്നുള്ളതല്ലാതെ പാലിനെ കിട്ടില്ല. കാരണം അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു, രൂപം മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഭാവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രകാരത്തിലുള്ളതായ മാറ്റം, പരിണതി പരമാത്മാവിനില്ല.
ഈ ലോകത്തെ നാം കണ്ടും അനുഭവിച്ചും അതിൽ ലയിച്ചും ഇരിക്കുമ്പോഴും പരമാത്മാവ് പരമാത്മാവായി തന്നെ മാറ്റമില്ലാതെ കുടികൊള്ളുന്നു. അതിനാണ് വിവർത്തം എന്ന് പറയുക. വെളിച്ചം കുറവുള്ളതായ സ്ഥലത്തു കൂടി നാം നടന്നു പോകുമ്പോഴേക്കും വഴിയിൽ എന്തെങ്കിലും വളഞ്ഞ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ കിടക്കുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല വ്യക്തമായി. എന്തോ കിടക്കുന്നു എന്ന് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. ആ അവസ്ഥയിൽ പാമ്പാണ് എന്നുള്ള ഭ്രമം ഉണ്ടാകും. അങ്ങനെ നാം പാമ്പിനെ കാണുന്നു. ഓരോരുത്തരും അവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഭയക്കുകയോ മോഹാലസ്യപ്പെടുകയോ നിലവിളിക്കുകയോ ഒക്കെ ചെയ്യുന്നു. ചിലർ പാമ്പിനെ തല്ലാനായിട്ട് അതിനു വേണ്ടിയിട്ട് ആളെ കൂട്ടാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോഴും ഇങ്ങനെ പാമ്പെന്നുള്ള ഭയം അല്ലെങ്കിൽ വിചാരം ഹൃദയത്തിൽ വന്ന് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴും ആ കയറായി തന്നെ കിടക്കുന്നു, പാമ്പായിട്ടേയില്ല. നല്ലൊരു ടോർച്ച് കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അറിയാം ഇവിടെ പാമ്പില്ല, ഉണ്ടായിരുന്നത് കയറ് മാത്രമാണെന്ന്. അങ്ങനെ കയറായി കിടക്കവേ പാമ്പെന്നുള്ള അനുഭവത്തെ, ആ അനുഭവം ഉണ്ടാകുമ്പോഴേക്കും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അയഥാർത്ഥമല്ല, സത്യം തന്നെയാണ്, പാമ്പ് തന്നെയാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുള്ള അവസ്ഥയിലാണ് നാം. അങ്ങനെയുള്ളതായ അനുഭവത്തെ ഉളവാക്കുന്നു. കയറിന് യാതൊരു മാറ്റവും വരാതെ പാമ്പെന്നുള്ള അനുഭവത്തെ സത്യമെന്നോണം ഉണ്ടാക്കി തരിക. ഇതിനാണ് വിവർത്തം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ജഗത്തിൻ്റെ സൃഷ്ടി വിവർത്തമായിട്ടാണ്. പരമാത്മാവിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. സർവത്ര പരമാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. അതാണ് ഈ ലോകത്തിലുള്ള എല്ലാറ്റിൻ്റെ ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്നത്. ഈ ആദിത്യനാണ്. പരമാത്മാവിനെ അഗസ്ത്യ മഹർഷി ആദിത്യൻ എന്ന് പരിചയപ്പെടുത്തി തരും. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആദിത്യൻ, അതാണ് പരമാത്മാവ്. ഈ ആദിത്യനാണ് ബ്രഹ്മാവും വിഷ്ണുവും ശ്രീ മഹാദേവനും അതേപോലെ തന്നെ സുബ്രഹ്മണ്യനും ഗണപതിയും സകല ദേവന്മാരും ഇന്ദ്രാദികളും അസുരന്മാരും അതേപോലെ തന്നെ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും സമുദ്രങ്ങളും നദികളും എല്ലാം, മണൽത്തരിയും മഹാപർവ്വതവും എല്ലാം ഈ ആദിത്യൻ തന്നെ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈശാവാസ്യം ഇതം സർവം ഉപനിഷത്ത്. ഇത് മുഴുവൻ ഈശനാൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. ഈശൻ എന്ന ഉപനിഷത്ത് ആ പരമതത്വത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ആദിത്യൻ എന്ന് അഗസ്ത്യ മഹർഷി അതേ പരമതത്വത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഇതെല്ലാം ഈശനാണ്, അല്ലെങ്കിൽ ആദിത്യനാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവത ഉണ്ടാകുമല്ലോ. ശിവനാകാം, ശാസ്താവാകാം, വിഷ്ണുവാകാം, കൃഷ്ണനാകാം, ദേവിയാകാം, ഭദ്രകാളിയാകാം, സരസ്വതിയാകാം. ഇത് മുഴുവൻ ആ ഇഷ്ടദേവതയാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം നാം അറിയുമ്പോൾ ക്രമേണ നമ്മുടെ അജ്ഞാനം അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങും. അജ്ഞാനം നീങ്ങി പോകുന്തോറും ഈ സത്യബുദ്ധി വളർന്ന് പ്രകാശിക്കും. ആ ആദിത്യൻ്റെ പ്രഭ സമ്പൂർണമായി നിറയും. പിന്നെ ഈ ലോകം മുഴുവൻ ആ പരമാത്മാവ് തന്നെയാണെന്ന് അനുഭവപ്പെടും. അതുവരെ നമ്മുടെ കണ്ണുകളിൽപ്പെടാതെ അനുഭവങ്ങളിൽപ്പെടാതെ മറഞ്ഞിരുന്ന ആ പരമാത്മാവ് സർവത്ര നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉള്ളിലും പുറമേയും നിറഞ്ഞിരിക്കുന്നുവെങ്കിലും നമ്മുടെ കണ്ണിന് മറഞ്ഞിരുന്ന ആ പരമാത്മാവ് നമുക്ക് തെളിഞ്ഞ് കാണപ്പെടും. അതോടെ രജോ ഗുണവും പോയി അസ്തമിക്കും. തമോ ഗുണത്തെ ആദ്യമേ തന്നെ ആ പരമാത്മാവ് കഥ കഴിച്ചു വിട്ടു കുംഭകർണനെ. രജോ ഗുണവും അസ്തമിക്കും എപ്പോൾ? ഈ ആദിത്യ ഹൃദയ അനുഭവം ഉണ്ടാകുമ്പോൾ. അതോടുകൂടി ശത്രുനാശം വരും. ലോകത്തിൽ ശത്രുവില്ല, ഞാനാകുന്ന പരമാത്മാവ് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരാളില്ല. പിന്നെ എങ്ങനെ ശത്രു? അവിടെ പിന്നെ മിത്രവുമില്ല. കാരണം മിത്രമാകാനും എന്നിൽ നിന്ന് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാകുന്ന ആദിത്യൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പരമമായിരിക്കുന്ന ജ്ഞാന ആനന്ദങ്ങളുടെ പ്രകാശം താൻ തന്നെയായി അനുഭവിച്ച് ബന്ധമുക്തിയിൽ
ദുഃഖമുക്തിയിൽ എത്തിച്ചേരും. അതാണ് ആദിത്യ ഹൃദയം. എല്ലാം ആ പരബ്രഹ്മം തന്നെയാണ് എന്ന് അത് നമുക്ക് അനുഭവപ്പെടുത്തുന്നു. എന്നിട്ട് ഇങ്ങനെ ഈ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ച് ശത്രുവിനെ ഇല്ലാതാക്കിക്കൊള്ളൂ എന്ന് ഉപദേശിച്ച് അഗസ്ത്യ മഹർഷി അങ്ങ് ഉപരി ലോകങ്ങളിലേക്ക് പോയി. ആദിത്യ ഹൃദയ മന്ത്രം രാമൻ സിദ്ധി വരുത്തി. രാഘവൻ മാതലിയോട് അരുളി ചെയ്തത് ആകുലമെന്നിയെ തേർ നടത്തിയിടുന്നീ